കുട്ടികൾ മൊബൈൽ ഫോണിലോ അതുപോലെയുള്ള ഉപകരണങ്ങളിലോ നോക്കിയിരിക്കുന്നതാണ് ഇന്നത്തെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ തലവേദന. മണിക്കൂറുകളോളം കുട്ടികൾക്ക് ഇങ്ങനെ മൊബൈൽ ഫോണുകളും മറ്റും ഉപയോഗിക്കാൻ യാതൊരു മടിയും ഉണ്ടാകില്ല. എന്നാൽ സ്ക്രീൻ അഡിക്ഷൻ പല രീതിയിലാണ് കുട്ടികളെ ബാധിക്കുന്നത്. അമിതവണ്ണം, ഹൃദ്രോഗം, ടൈപ്പ് 2 പ്രമേഹം എന്നീ പ്രശ്നങ്ങൾക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ സ്ക്രീൻ കാരണമായേക്കാമെന്നാണ് നേരത്തെ കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോഴിതാ ഇത്തരം ഉപകരണങ്ങളുടെ അമിത ഉപയോഗം കുട്ടികളിൽ ഹ്രസ്വദൃഷ്ടിക്ക് കാരണമായേക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ആവശ്യമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ 2050ഓടെ ഇന്ത്യയിലെ കുട്ടികളിൽ 50% പേർക്ക് വരെ ഹ്രസ്വദൃഷ്ടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ കാരണം ഇത്തരം കേസുകളിൽ വലിയ തോതിൽ വർധനമുണ്ടെന്നാണ് നേത്രരോഗ വിദഗ്ധർ പറയുന്നത്. ഡിജിറ്റൽ ഉപകരണങ്ങളുടെ വ്യാപകമായ ഉപയോഗമാണ് ഇതിന് കാരണമാകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയിലെ സ്കൂൾ കുട്ടികളിൽ ഏകദേശം 23% പേർക്ക് ഹ്രസ്വദൃഷ്ടിയുണ്ട്. ദീർഘനേരം ഡിജിറ്റൽ ഉപകരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കണ്ണുകളുടെ സ്വാഭാവിക വളർച്ചാ പ്രക്രിയയെ തടസ്സപ്പെടുത്തുമെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇത് ഐബോളിന്റെ നീളം കൂടുന്നതിനും പ്രകാശം റെറ്റിനയിൽ നേരിട്ട് പതിക്കുന്നതിനു പകരം അവ മുന്നിൽ കേന്ദ്രീകരിക്കാനും ഇടയാക്കുന്നു. ഇതോടെ ദൂരക്കാഴ്ച മങ്ങുന്നതിനുള്ള സാധ്യത വർദ്ധിക്കും. അതിനാൽ തന്നെ കുട്ടികൾ ദീർഘനേരം സ്ക്രീനിന് മുന്നിൽ ഇരിക്കുന്നത് ഒഴിവാക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗം പഠനം പോലെയുള്ള അത്യാവശ്യ കാര്യങ്ങളിലേക്ക് ചുരുക്കുക. വിനോദത്തിനായി കുട്ടികൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. കൂടാതെ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും കുട്ടികൾ പുറത്ത് കളിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ആവശ്യത്തിന് ഉറക്കം, പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങൾ എന്നിവയുൾപ്പെടെ ആരോഗ്യകരമായ ശീലങ്ങൾ കുട്ടികളിൽ പ്രോത്സാഹിപ്പിക്കേണ്ടതും അനിവാര്യമാണ്.